നമസ്കാരം. ഒരിക്കൽ ശ്രീബുദ്ധനും കൂട്ടുകാരും കൂടെ ഗ്രാമത്തിലെ ഒരിടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ നിന്ന ഒരാള് ബുദ്ധനെതിരെ അശ്ലീല വാക്കുകൾ പറയാൻ തുടങ്ങി. ബുദ്ധൻ ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ യാത്ര തുടർന്നു. കുറച്ചങ്ങ് ചെന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരു ശിഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് അയാൾക്കെതിരെ ഒന്നും പറയാതിരുന്നത്? അതിന് മറുപടിയായിട്ട് ബുദ്ധൻ ഒരു കഥയാണ് പറയുന്നത്. ഒരാള് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വേറൊരാൾ ഓടി വന്ന് അയാൾക്കൊരു പൊതി നീട്ടുന്നു. ആ പൊതിയിൽ നാറുന്ന മലിന വസ്തുക്കളാണ്. അങ്ങനെയാണെങ്കിൽ ആ പൊതി അയാൾ വാങ്ങുമോ? ശിഷ്യൻ പറഞ്ഞു, വാങ്ങില്ല. അപ്പൊ ആ പൊതി ആരുടെ കയ്യിലായിരിക്കും? കൊണ്ടുവന്ന ആളുടെ കയ്യിൽ തന്നെ. ഇനി ഒരാൾ മറ്റൊരാൾക്കെതിരെ അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ അത് ഉള്ളിലേക്ക് എടുക്കുന്നില്ല എങ്കിൽ അതാരുടെ കയ്യിലായിരിക്കും? പറയുന്ന ആളുടെ കയ്യിൽ തന്നെ. ഇവിടെ നമുക്ക് ചുറ്റും നടക്കുന്ന പലതും നമ്മുടേതാണെന്ന ചിന്തയിൽ നമ്മളതങ്ങ് ഉള്ളിലേക്ക് എടുക്കും. അല്ലെങ്കിലും വഴിയെ പോകുന്ന വയ്യാവേലി മുഴുവൻ തലയിലെടുത്ത് വെക്കുന്നതാണല്ലോ നമ്മുടെയൊക്കെ ഒരു ശീലം. ആവശ്യമില്ലാത്ത പലതും മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. ബി കൂൾ, ബി ഫ്രീ. ഏണസ്റ്റ് ഹമ്മിങ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന കൃതിയിൽ തന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന സ്രാവുകളോട് വൃദ്ധനായ സാന്റിയാഗോ പറയുന്നുണ്ട്, യു ക്യാൻ കിൽ മീ ബട്ട് യു കനോട്ട് ഡിഫീറ്റ് മീ. നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കാനാകും, പക്ഷെ പരാജയപ്പെടുത്താനാവില്ല. ഇവിടെ നമ്മൾ പരാജയപ്പെടണോ വിജയിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ആവശ്യമുള്ളത് മാത്രം ഉള്ളിലേക്ക് എടുക്കുക, അല്ലാത്തതൊക്കെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, താങ്ക് യു.